ലോകത്തിലെ ശക്തനായ യോദ്ധാവ്. പേര് കേട്ടാൽ തന്നെ സാമ്രാജ്യങ്ങൾ വിറയ്ക്കും. പക്ഷേ ഇന്ത്യയിലെ ഒരു രാജാവിൻ്റെ മുന്നിൽ അദ്ദേഹം ആദ്യമായി മനസ്സിലാക്കി, വിജയം എന്നത് യുദ്ധത്തിൽ മാത്രമല്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റും ഇന്ത്യൻ രാജാവായ പോറസും തമ്മിലുണ്ടായ അത്ഭുതകരമായ ഏറ്റുമുട്ടലാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാക്ട്സ് ആൻഡ് നോളജ്. ഇറ്റ്സ് മീ അഞ്ജു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് 20-ാം വയസ്സിൽ രാജാവായി അധികാരമേറ്റ ധീര യോദ്ധാവ്. അദ്ദേഹത്തിൻ്റെ ഗുരു മഹാനായ ദാർശനികൻ അരിസ്റ്റോട്ടിൽ. ചെറുപ്രായത്തിൽ തന്നെ ഗ്രീസ് മുതൽ പെർഷ്യ വരെയും ഈജിപ്ത് മുതൽ ഏഷ്യ വരെയും അലക്സാണ്ടർ കീഴടക്കി കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അലക്സാണ്ടറിൻ്റെ ലക്ഷ്യം ലോകത്തിൻ്റെ അറ്റം വരെ കീഴടക്കുക. ഏതായിരുന്നു ലോകത്തിൻ്റെ അറ്റം? അത് ഇന്ത്യയായിരുന്നു. BC 326-ൽ അലക്സാണ്ടർ സൈന്യവുമായി ഇന്ത്യയിലെത്തുന്നു. അദ്ദേഹം എത്തിയത് ഇന്നത്തെ പഞ്ചാബ് പ്രദേശത്തായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് ഇന്ത്യയുടെ ധീരനായ രാജാവ് പോറസ്. അവർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഹൈഡാസ്പസ് നദി, ഇന്നത്തെ ചലം നദി. അലക്സാണ്ടറിന്റെ സൈന്യത്തെ അവിടെ കാത്തിരുന്നത് അവർ ഒട്ടും കണ്ടുപരിചയമില്ലാത്ത ഒന്നായിരുന്നു: യുദ്ധ ആനകൾ. പോറസ് തൻ്റെ സൈനികരോടൊപ്പം ആനകളെയും യുദ്ധത്തിനായി നിരത്തി. ആനകൾ ഗ്രീക്ക് സൈന്യത്തിന് പരിചയമില്ലാത്ത ഒന്നായിരുന്നു. ഇത് സൈന്യത്തിൽ ഭയം വിതറി. കുതിരകൾ പേടിച്ചു, സൈനികർ പിരിഞ്ഞോടി. എന്നാൽ അലക്സാണ്ടർ പിന്മാറിയില്ല. മഴ പെയ്തു, നദി നിറഞ്ഞൊഴുകി. അലക്സാണ്ടർ ചതുരതയോടെ ഒരു ഭാഗത്ത് ശബ്ദമുണ്ടാക്കി, മറ്റൊരു ഭാഗത്ത് സൈന്യത്തെ കടത്തി. അത്ഭുതകരമായ തന്ത്രം. യുദ്ധം കടുത്തതായിരുന്നു. രണ്ടു പക്ഷവും വലിയ നഷ്ടം നേരിട്ടു. യുദ്ധം മണിക്കൂറുകൾ നീണ്ടുനിന്നു. യുദ്ധാവസാനം പോറസ് പിടിക്കപ്പെട്ടു. പിടിയിലായ പോറസിനെ അലക്സാണ്ടറിന്റെ മുന്നിൽ കൊണ്ടുവന്നു. അലക്സാണ്ടർ അദ്ദേഹത്തിനോട് ചോദിച്ചു, "നിനക്കൊപ്പം ഞാൻ എങ്ങനെ പെരുമാറണം?" പോറസിന്റെ ഉത്തരം അലക്സാണ്ടറിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. പോറസ് പറഞ്ഞു, "ഒരു രാജാവിനെ പോലെ." അലക്സാണ്ടർ പോറസിനെ വീണ്ടും രാജാവാക്കി. പോറസിന് തൻ്റെ രാജ്യം തിരിച്ചു നൽകി. ഇത് അലക്സാണ്ടറിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു. അലക്സാണ്ടറിന്റെ സൈന്യം ഇനിയും മുന്നോട്ടു പോകാൻ വിസമ്മതിച്ചു. ഇന്ത്യയുടെ ആഴങ്ങളിൽ ഇനിയും വലിയ വലിയ രാജ്യങ്ങൾ. ചന്ദ്രഗുപ്ത മൗര്യരുടെ സാമ്രാജ്യം ഉയർന്നു വരികയായിരുന്നു. സൈന്യം പറഞ്ഞു, "മതി." ലോകം കീഴടക്കിയ രാജാവ്, എന്നാൽ സ്വന്തം സൈന്യത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. അവർ മടങ്ങിപ്പോയി. പോറസ് ലോകത്തിന് പകർന്നു തന്നത് മഹത്തായ ഒരു ആശയമാണ്: ശക്തിയേക്കാൾ വലുത് ധൈര്യമാണ്, ജയത്തേക്കാൾ വലുത് ബഹുമാനം, യുദ്ധത്തേക്കാൾ വലുത് മനുഷ്യത്വം. ലോകം കീഴടക്കിയ രാജാവ് പോലും ഒരു ഇന്ത്യൻ രാജാവിൻ്റെ ധൈര്യത്തെ ആദരിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.